മാത്യു തോമസിനെതിരെ പ്രതിഷേധം നടന്നു. UDF സ്ഥാനാർത്ഥി പഴകുളം മധു സത്യാഗ്രഹം നടത്തുകയാണ്. ഇപ്പോൾ അവിടെ അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആദ്യം വിശദാംശങ്ങളുമായി വിഷ്ണു VS ചേരുകയാണ്. വിഷ്ണു, ഇപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മാത്യു കുഴൽനാടൻ MLA മാത്യു തോമസിനെതിരെ ആരോപിച്ച ആരോപണങ്ങളെല്ലാം അദ്ദേഹം നിഷേധിക്കുകയാണ് ഉണ്ടായത്. മാത്യു കുഴൽനാടൻ പലതവണ കേസുകൾ കൊടുത്ത് കോടതി പോലും പരിഹരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്കൊന്നും യാതൊരുവിധ വിലയുമില്ലെന്നാണ് മാത്യു തോമസ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, യാതൊരു വിധത്തിലുള്ള അഴിമതി കാണിക്കുന്ന ആളല്ല താൻ ജനങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകൾ നടത്തുന്ന ആളല്ല. ജനപ്രതിനിധിയായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വെറും വസ്തുനിഷ്ഠമാണെന്നുള്ള കാര്യമാണ് മാത്യു തോമസ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് UDF പത്തനംതിട്ട ജില്ലയിൽ മുഴുവൻ സത്യാഗ്രഹ സമരങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നത്തെ കൊട്ടിക്കലാശങ്ങളെല്ലാം ജില്ലയിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. കൊട്ടിക്കലാശങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സത്യാഗ്രഹ സമരങ്ങളാണ് ഇന്ന് UDF നടത്തുന്നത്. ഏതായാലും വലിയ വിവാദം തന്നെ ആയിരിക്കുകയാണ്. മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ സന്ദേശം വന്ന ആ സന്ദേശമായിരുന്നു മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ച് ആരോപിച്ചത്. അതുപോലെ തന്നെ മേരി മാത കമ്പനിയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. മേരി മാത തനിക്കെതിരെ പലതവണ തിരുവല്ലയിൽ വന്ന് പ്രതിഷേധം നടത്തിയതാണ്. തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തനിക്ക് യാതൊരു ബന്ധം ഈ മേരി മാതയുമായിട്ടുമില്ല. ബാക്കിയെല്ലാം തനിക്കെതിരെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് മാത്യു തോമസ് പറയുന്നത്. തോട്ടപ്പള്ളി സ്പില്ലയുടെ കാര്യം പറയുമ്പോൾ സ്പിൽവേ തുറക്കാൻ ഒരു താമസം വിഷ്ണു അറിയേണ്ടത് ഈ പ്രതിഷേധത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ്. വിഷ്ണു അവിടെയാണല്ലോ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക. അത് ആ പ്രതിഷേധം എന്തിനാണ്? നിരാഹാര സമരമാണോ, സത്യാഗ്രഹമാണോ? എത്ര നേരം ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു UDF ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂർ? പത്തനംതിട്ട ജില്ലയിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് റാന്നിയിലാണ്. റാന്നി UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ സത്യാഗ്രഹം പുരോഗമിക്കുകയാണ്. ആറന്മുളയിലും തിരുവല്ലയിലും ഒക്കെ പ്രതിഷേധ സത്യാഗ്രഹങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് കൊട്ടിക്കലാശം പൂർണ്ണമായും ജില്ലയിൽ UDF ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ പറയുന്ന സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ നിയോജക മണ്ഡലത്തിലും തന്നെ ഈ പറയുന്ന കൊട്ടിക്കലാശം UDF ഒഴിവാക്കി. അതിനു പകരം മാത്യു തോമസിനെതിരെ ഈ പറയുന്ന പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് കാട്ടിക്കൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരങ്ങളാണ് എല്ലാ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ റാന്നിയിൽ പഴകുളം മധുവിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടക്കുകയാണ്. പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു മണ്ഡലമായിരുന്നു റാന്നി. വലിയ തോതിൽ തന്നെ ഈ പറയുന്ന റാന്നിയിൽ പ്രളയം ബാധിച്ചിരുന്നു. ആ അവസരങ്ങളിലെല്ലാം ഈ പറയുന്ന സർക്കാരും ഈ പറയുന്ന അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന മാത്യു തോമസും ചേർന്ന് നാടിനെ ചതിച്ചു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധങ്ങൾ നടത്തുന്നത്. ആറന്മുളയിൽ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ തിരുവല്ലയിൽ വർഗീസ് മാമന്റെ നേതൃത്വത്തിലുമൊക്കെ ഈ പറയുന്ന മാത്യു തോമസിന്റെ ഓഫീസിന്റെ ഒക്കെ മുന്നിൽ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ സത്യാഗ്രഹങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം വൈകിട്ടോടുകൂടിയായിരുന്നു ഈ ജില്ലയിൽ കൊട്ടിക്കലാശം ആസൂത്രണം ചെയ്തത്. ആ കൊട്ടിക്കലാശം എല്ലാം UDF മാറ്റിവെച്ചുകൊണ്ട് സത്യാഗ്രഹ സമരത്തോടുകൂടി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇലക്ഷൻ 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാത്യു തോമസിനെതിരെ ഉണ്ടായ ഈ ആരോപണം ജില്ലയിൽ വലിയ തരത്തിൽ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ജില്ലയിൽ നിന്നുണ്ടായിരുന്ന മന്ത്രിയായിരുന്നു മാത്യു തോമസ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ വികാരം വലിയ തോതിൽ തന്നെ UDFന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. ഏതായാലും സത്യാഗ്രഹ സമരത്തിലൂടെ ആ വിഷയം ഉയർത്തി കാണിച്ച് ഇലക്ഷനെ നേരിടാനാണ് UDF തീരുമാനം.